സ്പെയിൻ ലോകകിരീടം അണിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടു. ലോകകപ്പിന്റെ അലയൊളികളൊക്കെ കെട്ടടങ്ങി. ആരാധകർ ക്ലബ് ഫുട്ബോളിന്റെ ആരവങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. അതിനിടയിലാണ് ലോകകപ്പിലെ കയ്യാങ്കളി കേസിൽ ഫിഫയുടെ നടപടി എത്തുന്നത്. കയ്യാങ്കളി തുടങ്ങി വെച്ച അർജന്റീനയ്ക്ക് ഫിഫ കൊടുത്തത് 8ന്റെ പണിയാണ്. കോടിക്കണക്കിന് രൂപ പിഴയും ഒപ്പം മത്സര വിലക്കുകളും. ഇതോടെ ഒരിക്കൽ കൂടി ലിയാൻഡ്രോ പരാഡസും കൂട്ടരും ചേർന്ന് കലാശപ്പൂരിന് ശേഷം നടത്തിയ കൈവിട്ട കളി ആരാധകരുടെ ചർച്ചകളിൽ നിറയുകയാണ്. സംഘർഷങ്ങളുടെ കേന്ദ്രബിന്ദു ലിയാൻഡ്രോ പരാഡസിനാണ് മുട്ടൻ മണികെട്ടിയത്. 10 മത്സരങ്ങളിലാണ് താരത്തിന് ഫിഫ വിലക്കേർപ്പെടുത്തിയത്. ഒപ്പം $90,000 പിഴയും, ഏകദേശം 86 ലക്ഷം രൂപ വരും ഇത്. അർജന്റീനക്കെതിരെ സ്പെയിൻ സമഗ്രാധിപത്യം പുലർത്തിയ മത്സരത്തിന് ശേഷം അർജന്റീന താരങ്ങളൊക്കെ തോൽവിയുടെ ഫ്രസ്ട്രേഷനിലായിരുന്നു. ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും കളിയിൽ ഉതിർക്കാനാവാതെയാണ് അർജന്റീന മത്സരം പൂർത്തിയാക്കിയത്. 68% നേരം പന്ത് കൈവശം വെച്ച സ്പെയിൻ ആകട്ടെ 11 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉതിർത്തു. എമിലിയാനോ മാർട്ടിനസിന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഫുൾ ടൈമിൽ അർജന്റീന കളി കൈവിടാതിരുന്നത്. ഒടുക്കം എക്സ്ട്രാ ടൈമിൽ ഫെറാൻ ടോറസ് ആ ഡെഡ് ലോക്ക് പൊളിച്ചു. അർജന്റീനയുടെ കംബാക്ക് പിന്നെ ആരും അന്ന് കണ്ടില്ല. കളി കഴിഞ്ഞ് സ്പാനിഷ് താരങ്ങൾ ആഘോഷാരവങ്ങളിലായിരുന്നു. അതിനിടയിലാണ് ലിയാൻഡ്രോ പരാഡസ് എറിക് ഗാർഷ്യക്കരികിലേക്ക് മുരണ്ടെടുത്തത്. പിന്നെ ഗാർസിയ തള്ളി വീഴ്ത്തി. ഇതോടെ ബെഞ്ചിലുണ്ടായിരുന്ന ഗാവി പരാഡസിനരികിലേക്ക് പാഞ്ഞെത്തി. ഗാവിയെ പരാഡസ് തള്ളി താടിയിടുന്നു. ഇതോടെ മറ്റു താരങ്ങളൊക്കെ ഓടിക്കൂടി. ഇരു ടീമുകളും തമ്മിൽ ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടി. ലയണൽ സ്കലോണിയും മറ്റുള്ളവരും എത്തിയാണ് താരങ്ങളെ പിടിച്ചു മാറ്റിയത്. പരാഡസിന് നേരെ റഫറി അപ്പോൾ തന്നെ റെഡ് കാർഡ് ഉയർത്തി. കയ്യാങ്കളിയിൽ പിന്നീട് ഫിഫ അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫിഫയുടെ നടപടി. പരാഡസ് കഴിഞ്ഞാൽ പിന്നെ മൊളീനക്കാണ് ഏറ്റവും കൂടുതൽ മത്സര വിലക്ക്. മൊളീനക്ക് 7 മത്സരങ്ങളിൽ വിലക്കും 86 ലക്ഷം രൂപയുമാണ് പിഴ. മത്സരശേഷം ഗ്രൗണ്ടിലേക്ക് ഓടി വരികയായിരുന്ന റോഡ്രിയെ ഒരു പ്രകോപനവുമില്ലാതെ ഇടിക്കുന്ന അർജന്റീൻ ഫുൾബാക്കിന്റെ ദൃശ്യങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായി. അവിടെ നിന്നുമാണ് സംഘർഷങ്ങളുടെ തുടക്കം തന്നെ. തിയാഗോ അൽമാഡയും സപ്പോർട്ടിംഗ് സ്റ്റാഫ് റോബർട്ടോ അയാളിയുമാണ് അർജന്റീൻ സംഘത്തിൽ നടപടി നേരിട്ട മറ്റു 2 പേരുകൾ. അയാൾക്ക് 3 മത്സരങ്ങളിൽ വിലക്കും 28 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തിയപ്പോൾ അൽമാഡക്ക് 1 മത്സരത്തിൽ വിലക്കും 28 ലക്ഷം പിഴയും ഏർപ്പെടുത്തി. സ്പാനിഷ് ടീമിൽ യുവതാരം ഗാവിക്കെതിരെ മാത്രമാണ് നടപടി. 1 മത്സരത്തിൽ വിലക്കും 28 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. അന്താരാഷ്ട്ര മത്സരങ്ങളിലാണ് മത്സര വിലക്ക് ബാധകമാവുക. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെയും ഫിഫയുടെ നടപടിയുണ്ട്. AFAക്ക് ഫിഫ മൊത്തം $3,10,000 പിഴ ചുമത്തി. ഏതാണ്ട് 3 കോടിയോളം രൂപ വരുന്നത്. കൂടാതെ അടുത്ത ഹോം മത്സരത്തിൽ സ്റ്റേഡിയത്തിലെ 50% സീറ്റുകൾ ഒഴിച്ചിടാനും നിർദ്ദേശമുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനൽ വിജയത്തിന് ശേഷം ഫോക്ലൻഡ് ദ്വീപുമായി ബന്ധപ്പെടുത്തി അർജന്റീന താരങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ ബാനറാണ് ഈ നടപടിക്ക് കാരണമായത്. ദ മാൽവിനാസ് ആർ അർജന്റീന എന്നാണ് ബാനറിൽ എഴുതിയിരുന്നത്. സ്പോർട്സുമായി നേരിട്ട് ബന്ധമില്ലാത്ത പ്രതിഷേധങ്ങൾക്കായി മത്സരം വേദിയായി ഉപയോഗിച്ചത്. ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായ അച്ചടക്ക ലംഘനങ്ങൾ, കൂടാതെ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായ വിവേചനപരമായ മുദ്രാവാക്യങ്ങളും ആംഗ്യങ്ങളും എന്നിവയാണ് അർജന്റീനയ്ക്കെതിരെ ചുമത്തപ്പെട്ട പ്രധാന കുറ്റങ്ങൾ. ആരാധകരുടെ പെരുമാറ്റവും ടീമുമായി ബന്ധപ്പെട്ട അച്ചടക്ക ലംഘനങ്ങളും ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ ഗൗരവമായി പരിഗണിച്ചാണ് ഫിഫ വലിയ സാമ്പത്തിക പിഴ ചുമത്തിയത്. അച്ചടക്ക സമിതിയുടെ തീരുമാനം ഫിഫ AFA അറിയിച്ചു. ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാൻ അസോസിയേഷൻ അവസരമുണ്ട്. ആവശ്യമെങ്കിൽ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിനെ സമീപിക്കുമെന്ന് AFA വ്യക്തമാക്കി. ലോകകപ്പ് കലാശപ്പോരിലെ അനിഷ്ട സംഭവങ്ങൾക്ക് ശേഷവും ലിയാൻഡ്രോ പരാഡസ് തന്റെ കൈവിട്ട കളികൾ തുടർന്നിരുന്നു. അർജന്റീനയിലെ പ്രമുഖ ക്ലബായ ബൊക്ക ജൂനിയേഴ്സിന്റെ താരമാണ് പരാഡസ്. ബൊക്ക ജൂനിയേഴ്സും ന്യൂവെൽസ് ഓൾഡ് ബോയ്സും തമ്മിൽ അരങ്ങേറിയ ഒരു മത്സരത്തിനിടെ ഫൗൾ വിസിൽ മുടങ്ങിയതിനു ശേഷം അനാവശ്യമായി എതിർത്താരത്തിന്റെ ശരീരത്തിലേക്ക് പന്തടിച്ച് തെറിപ്പിച്ചിരുന്നു പരാഡസ്. ഉടൻ ന്യൂവെൽസ് താരങ്ങൾ പരാഡസിന് നേരെ പാഞ്ഞെടുത്തു. റഫറി പരാഡസിനെതിരെ അന്ന് യെല്ലോ കാർഡ് ഉയർത്തുന്നുണ്ട്. ഖത്തർ ലോകകപ്പിൽ നെതർലൻഡ്സിനെതിരായ മത്സരത്തിലും ഇതിന് സമാനമായ ഒരു സംഭവം അരങ്ങേറിയിരുന്നു. മത്സരത്തിലെ 88-ാം മിനിറ്റിൽ നഥാനാക്കിയെ ടാക്കിൾ ചെയ്ത് വീഴ്ത്തിയ ശേഷം നെതർലൻഡ്സ് ഡഗൌട്ടിലേക്ക് ശക്തിയായി പന്തടിച്ച് തെറിപ്പിക്കുന്നുണ്ട് പരാഡസ്. ഇതിനെ തുടർന്ന് മൈതാനം സംഘർഷഭരിതമായി. ഡഗൌട്ടിലുണ്ടായിരുന്ന നെതർലൻഡ്സ് താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നു. വിർജിൽ വാൻഡ കോടിയെത്തി പരാഡസിനെ ഇടിച്ചു വീഴ്ത്തി. 18 യെല്ലോ കാർഡുകളും 1 റെഡ് കാർഡുമാണ് അന്ന് ആ മത്സരത്തിൽ ആകെ പിറന്നത്. മത്സരം ഷൂട്ടൌട്ടിൽ അർജന്റീന വിജയിച്ചു. ലോകകപ്പ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ യെല്ലോ കാർഡ് പിറന്ന മത്സരം എന്ന നാണക്കേടിന്റെ റെക്കോർഡ് പിന്നീട് ആ പോരിന് ലഭിക്കുന്നുണ്ട്.